പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനാകുന്ന കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 100-ാം സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. Psalms 100 verses 3 and 4. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. തിയോളജിയൻസ് പറയുന്നത് ബൈബിളിൽ 2000-ൽ കൂടുതൽ വാക്യങ്ങൾ നമ്മളെ നന്ദി കരയറ്റുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്യുന്നതിനായിട്ടുണ്ട് എന്നാണ്. പ്രൈസ് ഗോഡ്. ആ വാക്യങ്ങളെല്ലാം നമ്മെ പ്രബോധിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിന് സ്തുതി കരയറ്റണമെന്നാണ്. പ്രൈസ് ദ ലോർഡ്, ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ആൻഡ് ബ്ലെസ് ദ ലോർഡ്. പറയാൻ പറ്റുമോ? പ്രൈസ് ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആ പ്രകൃതിക്കും അവൻ്റെ ആ സ്വഭാവത്തിനും വേണ്ടി അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് അവനാരാണ് എന്ന് ഉള്ളതിനാണ് നമ്മളവനെ പ്രൈസ് ചെയ്യുന്നത്. വി പ്രൈസിങ് ഫോർ ഹൂ ഹീ ഈസ്. അപ്പം താങ്ക്സ് ഗിവിങ്ങും അതിൻ്റെ കൂടെ പോകുന്നൊരു കാര്യമാണ്. ഗിവിങ് താങ്ക്സ്, അതായത് നന്ദി കരയറ്റുക, അതായത് നമ്മൾ സ്തോത്രം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റ്സിനും ദൈവത്തിൻ്റെ ദാനങ്ങൾക്കുമാണ് നാം സ്തോത്രം പറയുന്നത്. അപ്പോൾ ഗിവിങ് താങ്ക്സ് ഫോക്കസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റിലും ബെനിഫിറ്റ്സിലും കേട്ടോ. അത് മനസ്സിലായല്ലോ അല്ലേ? ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. എന്നാൽ ടു ബ്ലെസ് ഗോഡ് ഈസ് ടു പ്രൈസ് ആൻഡ് താങ്ക് ഹിം വിത്ത് റെവറൻസ്. ഭയഭക്തിയോടെ നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര വട്ടം ഒരു ദിവസം സ്തോത്രം പറയും? സ്തോത്രം പറയുന്നത് ഒരു ഹാബിറ്റാക്കി എടുക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, ക്രിസ്ത്യൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് നമ്മീന്നെടുത്ത് മാറ്റി ആ സ്പോട്ട്ലൈറ്റ് ദൈവത്തിൻ്റെ മേൽ ദൈവത്തെ പ്രകാശിപ്പിക്കുന്നതാക്കി തീർക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നമ്മുടെ പ്രകാശമൊന്നും വേണ്ട കേട്ടോ, അതല്ല ഞാൻ മീൻ ചെയ്തത്. ക്രിസ്ത്യൻ ഗ്രാറ്റിറ്റ്യൂഡ് ടേക്സ് ദ സ്പോട്ട്ലൈറ്റ് ഓഫ് സെൽഫ് ആൻഡ് ഷൈൻസ് ഇറ്റ് ഓൺ ഗോഡ്. ദൈവത്തിന് സകല മഹത്വവും നാം കൊടുക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ ഹല്ലേലൂയ. റിസീവ് ചെയ്തതിനൊക്കെ ദൈവമേ താങ്ക്സ്, താങ്ക്സ് പറയണമെന്നാണല്ലോ ഇപ്പം പഠിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജീസസ്. അങ്ങനല്ല, നമ്മുടെ ഹൃദയം ഓവർഫ്ലോ ചെയ്യണം. എന്തുകൊണ്ടാണ്? സ്തുതി കൊണ്ടും സ്തോത്രം കൊണ്ടും പ്രൈസ് കൊണ്ടും താങ്ക്സ് ഗിവിങ് കൊണ്ടും. എന്തിനു വേണ്ടിയാണ്? എല്ലാത്തിനു വേണ്ടി. ദൈവം ചെയ്യുന്ന എല്ലാത്തിനു വേണ്ടി. ദൈവം ആരായിരിക്കുന്നോ അതിനു വേണ്ടി. ഹീസ് മൈ ഹീലർ, യഹോവ റാഫ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ യഹോവ റാഫയെ നാം പ്രൈസ് ചെയ്യണം. അവനെന്നെ സൗഖ്യമാക്കുന്ന യഹോവയായതുകൊണ്ട് അവന് നാം നന്ദി കരയറ്റണം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ. നിന്നാടിപ്പിണരാൽ എനിക്കു സൗഖ്യം. ഓരോ ദിവസവും സൗഖ്യം തന്നെ അവൻ നടത്തുന്നില്ലേ? ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ അവൻ നമ്മെ സഹായിച്ചില്ലേ? നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് കവിയണ്ടേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അഡോറിങ് ദ ഗിഫ്റ്റ് ആയിരിക്കരുത്, അഡോറിങ് ദ ഗിവർ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് സ്തുതി കരയറ്റുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഉറപ്പായിട്ടറിയാം. എന്നോ ഏതോ വർഷമോ മാസമോ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ACTS, അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ. സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ റിക്വസ്റ്റ് ആർ മെയ്ഡ് നോൺ ടു ഗോഡ്. ദൈവത്തെ നാം നമ്മുടെ
കാര്യങ്ങൾ, നമ്മുടെ റിക്വസ്റ്റ്, പ്രെയർ റിക്വസ്റ്റ്, നമ്മുടെ പ്രെയർ ഐറ്റംസ് അവൻ്റെ മുമ്പിൽ നിരത്തുന്നത് ആ സപ്ലിക്കേഷൻ. പലപ്പോഴും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഓരോ ദിവസവും ദൈവസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവേ നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഒക്കെ എന്നോട് ക്ഷമിക്കണമേ ഓർമ്മ വരുന്നത് അപ്പോൾ ഏറ്റു പറയുക, കൺഫസ് ചെയ്യുക, എന്നിട്ട് അവനെ അഡോർ ചെയ്യുക, അവനെ പ്രേസ് ചെയ്യുക ഫോർ ഹൂ ഹീസ്. അവൻ ചെയ്ത നന്മകൾ അത് ഓരോന്നും പറഞ്ഞ് അവന് നന്ദി പറയുക. ദൈവമക്കളെ, കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 4 കൂട്ടം കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ കാണണം. അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ. പലപ്പോഴും പ്രാർത്ഥന സപ്ലിക്കേഷനിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. സ്തോത്രം. നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ, ശിഷ്യന്മാർ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ പഠിപ്പിക്കും. ഗോഡ് ഓൾവേസ് ടീച്ചേഴ്സ് ദ ടീച്ചബിൾ. നമ്മൾ പഠിക്കാനുള്ള മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ബൈബിൾ എത്ര പ്രാവശ്യം നാം ഗ്രേറ്റ്ഫുള്ളായിരിക്കാൻ, നന്ദിയുള്ളവരായിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? 1000 പ്രാവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ എൻകറേജ് ചെയ്യപ്പെടുക. എന്തിനാ? പ്രാർത്ഥിക്കാൻ. അതുപോലെ ബൈബിൾ എൻകറേജ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഫൊർഗീവ് ചെയ്യാൻ, ക്ഷമിക്കാൻ. പ്രൈസ് ഗോഡ്. ക്ഷമിക്കാനും മറക്കാനും. വി ഷുഡ് ബി ഫോർഗീവേഴ്സ് ആൻഡ് വി ഷുഡ് ബി ഫോർഗെറ്റേഴ്സ്. പലതും നമ്മൾ ക്ഷമിച്ചെന്ന് പറയും, പക്ഷെ മനസ്സിൻ്റെ അടിത്തട്ടിലിരിക്കും. ഹല്ലേലൂയ. അടിത്തട്ടിലിരിക്കും. എപ്പോഴും മനസ്സിലത് വരത്തില്ല. പക്ഷേ ചില സമയത്ത് ആ വ്യക്തിയെ കാണുമ്പോൾ, പ്രൈസ് ഗോഡ്, ആ ഹേർട്ടായിട്ടുള്ള വിഷയം കുഞ്ഞേ നിൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, നീ അത് മറന്നു പോയിട്ടില്ല. കർത്താവിനോട് പറ, കർത്താവേ, ഫൊർഗീവ് ചെയ്യുവാനും ഫൊർഗെറ്റ് ചെയ്യുവാനും എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ കാണേണ്ട ഒരു വേർച്യുവാണ് ഇത്. പ്രൈസ് ഗോഡ്. ഇതിന് വളരെ പ്രാധാന്യം ഉണ്ട്. ഹല്ലേലൂയ. ദൈവജനമെന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ജനമാണ്. ഗോഡ്ലി പീപ്പിൾ ആർ ഗ്രേറ്റ്ഫുൾ പീപ്പിൾ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, അവരെന്നോട് നന്ദികേട് കാണിച്ചെന്ന്. അല്ലെങ്കിൽ അവർ നന്ദിയില്ലാത്ത ജനമായി തീർന്നെന്ന്. ഇസ്രായേൽ മക്കൾക്ക് എന്തുമാത്രം ഉപകാരങ്ങൾ ചെയ്ത്, അത്ഭുതങ്ങൾ കണ്ട്, ചെങ്കടൽ പിരിച്ച്, ആരും നടക്കാത്ത പുതുവഴിയിൽ കൂടി അവരെ നടത്തി അവരെ കൊണ്ടുവന്നതാണ്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, എത്രമാത്രം പിറുപിറുത്തു, എത്ര നാൾ ദൈവത്തോട് അവർ ഗ്രംബിൾ ചെയ്തു, നന്ദിയില്ലാത്തവരായി മാറി. കഴിഞ്ഞ കാലങ്ങളിലെ അത്ഭുതങ്ങൾ അവർ മറന്നു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾ ഒരിക്കലും മറക്കല്ലേ. ദൈവത്തിന് ഏറ്റവും വേദനയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി കരയറ്റി, സ്തോത്രം കരയറ്റി ജീവിപ്പാൻ നിൽക്കണം. പുതിയ തീരുമാനമെടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ ഈ പുതിയ വർഷമുണ്ടല്ലോ, അവൻ നമുക്ക് പുതിയ കൃപകളെ തരും, പുതിയ അനുഗ്രഹങ്ങളെ തരും. നമ്മളറിയാത്ത വഴിയിൽ കൂടി അവൻ നടത്തും. പുതിയ വാതിലുകൾ നമുക്കവൻ തുറക്കും. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏത് പ്രാർത്ഥനാ വിഷയമാണ്, നിൻ്റെ ഇപ്പോൾ എന്തൊക്കെ വിഷയം പ്രാർത്ഥിക്കാനുണ്ടെന്നുള്ളൊരു ലിസ്റ്റ് എഴുതിയാൽ അതിൻ്റെ ഏറ്റവും ആദ്യം എഴുതിയിരുന്ന ഏത് വിഷയമായിരിക്കും? നിനക്ക് ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടുന്ന വിഷയമാണ്, അല്ലേ? നിനക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ആ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്യും. കർത്താവിൻ്റെ കാര്യം നമുക്ക് വേണ്ടി ചലിക്കും. കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. അതിൻ്റെ തടസ്സങ്ങളെ കർത്താവ് തന്നെ മാറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ ട്രെയ്റ്റ്സ് എല്ലാം ഓർത്തുകൊണ്ട്, നന്ദി കരേറ്റിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. എല്ലാ ദിവസവും സ്പെൻഡ് സം ടൈം പ്രൈസിങ് ഗോഡ് ഫോർ ഹൂ ഹീ ഈസ് ആൻഡ് വാട്ട് ഹീ ഡസ്. ഇത് രണ്ടിനുമായി കുറച്ച് സമയം ഓരോ ദിവസവും മാറ്റിവെച്ച് നന്ദി ഉള്ളവരായിട്ടിരുന്നാൽ, പ്രൈസ് ഗോഡ്, സ്വർഗം പ്രസാദിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് തീരും. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശാഠ്യങ്ങളൊക്കെ മാറ്റണമേ. ഞങ്ങളുടെ മത്സര സ്വഭാവങ്ങളൊക്കെ മാറ്റണമേ. നന്ദി കരയറ്റാൻ മറന്നുപോയ അനേക വിഷയങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നാവെടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഒച്ച ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ കർത്താവേ, നീ ഞങ്ങൾക്ക് ജീവൻ തന്നതുകൊണ്ടാണ്. നീ ഞങ്ങളുടെ മൂക്കിലൂതിയ ജീവശ്വാസം
അത് നിലനിൽക്കുന്നത് കൊണ്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. We praise you for you are a mighty God. Hallelujah. നീ യഹോവ റാഫയ, നീ യഹോവ ശമ്മയ, നീ യഹോവ നിസിയ, നീ യഹോവ ശാലോമ, നീ യഹോവ ജൈറായ. ഇതിനെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നെ പ്രേസ് ചെയ്യുന്നു. നന്ദിയുള്ളവരായ നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.